കേരളത്തിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഗവർണറായി എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എന്തായിരിക്കും? സർക്കാരുമായുള്ള ബന്ധമെന്നാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സംഘർഷത്തിന്റെ പാത തന്നെ ആയിരിക്കുമോ RSS വിശ്വസ്തനായ ആർലേക്കറും സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്. ഇന്നലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്കും ബീഹാർ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്കും മാറ്റിയത്. ഇതിനിടെ പുതിയ ഗവർണർ മുൻവിധിയോടെ പെരുമാറരുത് എന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, RSSന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ശക്തമായ, നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പക്ഷേ അത്രയധികം RSS ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല. അദ്ദേഹം മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്കൊക്കെ വന്ന് അതിനുശേഷം ഒരു BJPക്കാരനായി മാറുകയും മറ്റും ചെയ്ത, മോദിയുടെ വിശ്വസ്തനാവുകയും ചെയ്ത ആളാണ്. അതിലും അപ്പുറത്ത് പക്കാ RSSകാരനായ BJPയുമായി അഭേദ്യ ബന്ധമുള്ള ഗോവയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരാൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ പാത, ഒരുപക്ഷെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാർ? രഞ്ജിത്ത്, അത് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. രണ്ട് തരത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു RSS പ്രവർത്തകനല്ല. അദ്ദേഹം പിന്നീട് BJPയിലേക്കും ഈ സംഘപരിവാർ സംഘടനകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച ആളാണ്. പല പാർട്ടികൾ മാറി മാറി കയറി ഇറങ്ങി വന്ന ഒരാളാണ്. പൊതുവെ ഇങ്ങനെ ഒരു ഷോമാൻ എന്ന രീതിയിൽ ഇപ്പോൾ തന്നെ മുമ്പ് തന്നെയും അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ പെരുമാറുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കുകയും അതൊക്കെ നടപ്പാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ്. എന്നാൽ രാജേന്ദ്ര ആർലേക്കർ അങ്ങനെയല്ല. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ RSS പ്രവർത്തകരായി വന്ന ഒരാളാണ്. RSSുമായും സംഘപരിവാറിന്റെ സംഘടനകളുമായിട്ടൊക്കെ ആ ആശയങ്ങളുമായി അത്തരത്തിൽ അടിയുറച്ച വിശ്വസ്തനും അല്ലെങ്കിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ആളും കൂടിയാണ്. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഒരു സാധ്യത ഉള്ളത്, ഒന്ന്, അതിശക്തമായ രീതിയിലേക്ക് എന്താണോ കേന്ദ്രത്തിൽ BJP ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് അതിശക്തമായ രീതിയിലേക്ക് അത്തരം നയങ്ങൾ നടപ്പാക്കുകയും കേരള സർക്കാരിനെ പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ കേരള സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഈ ഒരു ഷോമാൻ എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ BJPയുമായി കൂറുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. അദ്ദേഹം അടിസ്ഥാനപരമായി തന്നെ RSS പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു തെളിയിക്കലിന്റെ കാര്യമോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട് എന്നൊക്കെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ രാജേന്ദ്ര ആർലേക്കറിനില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം മറിച്ചൊരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഈ രണ്ട് നിലപാടിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഈ കേന്ദ്രത്തിന്റെയും BJPയുടെയും ശക്തമായ നിയന്ത്രണം ഗവർണറുടെ തീരുമാനത്തിന് മേൽ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാനെ നിയന്ത്രിച്ചത് ആ മട്ടിൽ തന്നെയുള്ള നിയന്ത്രണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പരസ്യമായ ഒരു പോരിലേക്ക് അത് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഗവർണറും മുഖ്യമന്ത്രിമാരുമായി അങ്ങനെ പോരുണ്ടായിരുന്നെങ്കിലും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും ഒക്കെ അങ്ങനെ പോരുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരസ്യ പോരിന്റെ ഘട്ടത്തിലേക്ക് എത്തിയത് ഈ കഴിഞ്ഞ കാലത്താണ്. മുമ്പും ഈ സമാനമായ രീതിയിൽ കോൺഗ്രസിന്റെ കാലത്തും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് തന്നെയാണ് ഗവർണർ സ്ഥാനത്തേക്ക് നൽകുന്നത്. പക്ഷേ ഗവർണർമാരും മുഖ്യമന്ത്രിമാരുമായും സർക്കാരുമായിട്ടുള്ള വടംവലിയും സമ്മർദ്ദവും ഒക്കെ ഉള്ളിലായിരുന്നു. പരസ്യമായി മാധ്യമങ്ങളെ കണ്ട് അത്തരം സമ്മർദ്ദങ്ങളിൽ സർക്കാരിനെതിരെ സംസാരിക്കുന്ന പതിവൊന്നും സാധാരണ ഗവർണർമാർ സ്വീകരിച്ചില്ല. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു പതിവ് തുടങ്ങിയ ആൾ ആരിഫ് മുഹമ്മദ് ഖാനാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ രൂക്ഷമായി സംസാരിക്കുന്ന, അതും തുടർച്ചയായി സംസാരിക്കുന്ന ഒരു ഗവർണർ കൂടിയായിരുന്നു. അങ്ങനെ ഒരു പതിവ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഗവർണർമാർ പല വിഷയങ്ങളിലും ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുകയും സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും കടുത്ത വിമർശനം ഉയർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത് പരസ്യമായ രാഷ്ട്രീയക്കാർ പരസ്പരം ചെയ്യുന്നത് പോലെ പരസ്യമായ ഒരു വീഴ്പ്പലക്കലിനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കോ തയ്യാറായിരുന്നില്ല. അത്തരം ഒരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ. ആ പാതയാണോ ഇനി ഇദ്ദേഹം പിന്തുടരുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത്തരം ഒരു പാത അദ്ദേഹം ബീഹാറിലും അങ്ങനെ ഹിമാചൽ പ്രദേശിലും അങ്ങനെ തുടർന്നിട്ടില്ല എന്നതുകൂടി കാണണം. അദ്ദേഹം ബീഹാറിൽ BJP ഭരണം ഇരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷവും ഇരിക്കുന്ന സമയത്തുമൊക്കെ അദ്ദേഹം ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ഗവർണറായി ഇരുന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം ഭരണത്തിലിരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹവും അവിടുത്തെ ഭരണവുമായിട്ടുള്ള പരസ്യമായ തെറ്റലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പരസ്യമായ ഒരു മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സർക്കാരിനെതിരെ സംസാരിക്കുക, അത്തരത്തിലേക്ക് ഒരു പരസ്യ വിമർശനത്തിലേക്കോ അല്ലെങ്കിൽ പരസ്യ വിഴുപ്പലക്കലിലേക്കോ ഒന്നും അദ്ദേഹം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള സർക്കാരിനെ അങ്ങനെ ചിലപ്പോൾ ആശ്വസിക്കാം. അത്തരം ഒരു നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നതെങ്കിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാൽ മതി, പരസ്യമായ ഒരു പോരിലേക്ക് പോകുന്നില്ല എന്നത് ആശ്വസിക്കാം. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും അവസാനത്തെ ഉദാഹരണം, നേരത്തെയൊക്കെ പല സമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗാന്ധിയുടെ മൂല്യങ്ങളെയൊക്കെ ഉയർത്തി പറയുകയും സ്വച്ഛ് ഭാരതിനെ പോലെ ഒരു സംവിധാനം നരേന്ദ്രമോദി സ്വീകരിച്ചത്
ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഈ തൊട്ട് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നതിൽ സത്യാഗ്രഹത്തിനല്ല പങ്ക്, ഇന്ത്യയിലെ ജനങ്ങൾ ആയുധമെടുത്തത് കൊണ്ടാണ്, സായുധ സമരങ്ങൾക്കാണ് ഗാന്ധിയുടെ സത്യാഗ്രഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് സ്വീകരിച്ചു വരുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ ഗാന്ധിയെയും അംബേദ്കറെയും പൂർണ്ണമായും തള്ളിപ്പറയുന്ന BJPയുടെ നിലപാടിന്റെ ഭാഗമാണ് ഇത്തരം നിലപാട് അല്ലെങ്കിൽ ഈ പ്രസ്താവന എന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ ഇനിയിപ്പോൾ കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാവുമോ എന്നതും പ്രധാനമാണ്. അതാണ് കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നേരത്തെ MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പുതിയ ഗവർണർ മുൻവിധിയോടെ പെരുമാറരുത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ തരത്തിൽ ഒരു പക്ഷേ CPM ഭയപ്പെടുന്നുമുണ്ട്. കുറച്ചുകൂടി കർക്കശക്കാരനായ ഒരു ഗവർണറായാൽ അത് പലതരത്തിലുള്ള വാഗ്വാദങ്ങൾക്കും തർക്കങ്ങൾക്കും മറ്റും കാരണമാകും എന്നുള്ള ഒരു ഭീതി കൂടി സർക്കാരിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഈ MV ഗോവിന്ദന്റെ പ്രസ്താവന അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം മുൻവിധിയോടെ പെരുമാറുന്നത് നേരത്തെയുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കും. നമുക്കറിയാം സർക്കാരിന് എത്രമാത്രം പ്രതിസന്ധിയാണ് പഴയ ഗവർണർ സൃഷ്ടിച്ചത് എന്നുള്ളത്. സർവകലാശാല നിയമനങ്ങളിൽ VC-മാരുടെ നിയമനങ്ങളിലടക്കം പലതരത്തിൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സാങ്കേതിക സർവകലാശാല VC അടക്കം അദ്ദേഹം ഏത് തരത്തിലാണ് നിയമിച്ചത്, സർക്കാർ നിർദ്ദേശമൊക്കെ മറികടന്ന് എന്നുള്ളതാണ്. അതൊക്കെ അതേ തരത്തിൽ തന്നെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന് അത് കുറച്ചുകൂടി കാര്യങ്ങൾ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഗവർണർ അത്തരമൊരു സ്റ്റാൻഡ് സ്വീകരിക്കുന്നതോടുകൂടി സർക്കാരിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. സാധാരണഗതിയിലൊക്കെ ഇതിനു മുമ്പ് പല ഗവർണർമാരുമായിട്ടും കേരള സർക്കാർ മാത്രമല്ല പല സ്ഥലങ്ങളിലെ സർക്കാരുകൾ തമ്മിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ അംഗീകരിക്കുന്ന ചില പേരുകളെ ചൊല്ലിയൊക്കെ. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗവർണർമാർ അവരുടെ വിയോജിപ്പ് അറിയിക്കുന്നത് ഒന്നുകിൽ മന്ത്രിമാരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ അറിയിക്കുക. ഇവർ പരസ്പരം ചർച്ച ചെയ്ത ശേഷം വിയോജിപ്പുകൾ പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകുക. ചില ഘട്ടത്തിലൊക്കെ അത് പരിഹരിക്കാൻ താമസം ഉണ്ടാവുകയും വിയോജിപ്പ് നിലനിൽക്കുകയും ഒക്കെ ചെയ്യുക. അത് വാർത്തകളായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ പോലും ഒരിക്കലും ഗവർണർമാർ നേരിട്ട് വന്ന് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെ പരസ്യമായി പ്രസംഗിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സംസാരിക്കുക, മാധ്യമപ്രവർത്തകരെ വിളിക്കുമ്പോൾ തന്നെ ഇഷ്ടമില്ലാത്ത വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ എൻ്റെ വാർത്താ സമ്മേളനം കവർ ചെയ്യേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ നിൽക്കേണ്ട ഒരു സമവായത്തിന്റെ പാത പിന്തുടരേണ്ട ഒരാളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിലേക്ക് സ്വാധീനം ചെലുത്തുക അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെയുള്ള ഒരു ബന്ധം രണ്ടുപേർക്കും ഇടയിൽ പാലമായിട്ടും ഒക്കെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് മറ്റൊരു തരം ആക്ടിവിസ്റ്റ് നിലപാടിലേക്കാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ ചെയ്യേണ്ടതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ വിരുദ്ധ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം വീടുകളൊക്കെ സന്ദർശിക്കുക, അവിടെ ചെന്ന് അവർക്ക് പിന്തുണ അറിയിക്കുക. ഇതെല്ലാം ഒരു സാധാരണഗതിയിൽ ഒരാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമായി കാണാൻ കഴിയില്ല. ബോധപൂർവം തന്നെ നിരന്തരം വാർത്ത ഉണ്ടാക്കുക, സർക്കാരുമായി സംഘർഷത്തിലാണെന്ന് വരുത്തി തീർക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും തലവേദന ആയിരിക്കുമ്പോൾ തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് ഉറച്ചു കാണിക്കാനും അത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ആനുകൂല്യം കൂടി ചിലപ്പോൾ CPM-ന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സർക്കാരിനുണ്ടായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. ശരി. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. നേരത്തെ മുൻവിധിയോടെ പുതിയ ഗവർണർ പെരുമാറരുത് എന്ന ആവശ്യമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ ആവശ്യം ഉന്നയിച്ചത്.